ഹായ്. പോക്സോ നിയമത്തിലെ പഴുതുകളും അത് ദുരുപയോഗം ചെയ്ത ഒരു വൃത്തികെട്ട സിനാരിയുമാണ് നമ്മുടെ സബ്ജക്റ്റ്. ഹസൻ മാസ്റ്റർ മനസാക്ഷി കുത്തൊന്നുകൊണ്ട് മാത്രം ഞാൻ ഈ സബ്ജക്റ്റ് എടുക്കുന്നു. വേണ്ട എന്ന് ഒരുപാട് ആലോചിച്ചു, ശരിയാവത്തില്ല, ഇത് പറയുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമായതുകൊണ്ട് ഈ വിഷയം ഞാൻ എടുക്കുന്നു. എനിക്കറിയാം സൈബർ സഖാക്കൾ എന്നെ ആക്രമിക്കുമെന്ന്, തീർച്ചയായിട്ടും മോസ്റ്റ് വെൽക്കം. ഇതിൽ വലിയ അക്രമം കണ്ടിട്ട് നമ്മൾ അനങ്ങിയിട്ടില്ല. എനിവേ, AK ഹസൻ മാസ്റ്ററെ കോടതി കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടു. എന്ത് തന്നെ ആയാലും അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് കൃത്യമായി കോടതിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് അദ്ദേഹത്തിനെ പുറത്തേക്ക് വിട്ടു. പുറത്ത് നടന്നത് ഒരു വമ്പൻ നാടകമാണ്. പിന്നീട് ഇദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്ത 4 കുട്ടികളിൽ ഒരു കുട്ടി കാലിൽ വീണ് മാപ്പു പറയുക മാത്രമല്ല, അദ്ദേഹത്തിന്റെ അച്ഛൻ, ആ കുട്ടിയുടെ അച്ഛൻ പോലും കാലിലേക്ക് വീഴുന്ന സിനാരിയോയായിരുന്നു. ഒരാളെ പെടുത്തിയ ശേഷം കാലി വീണാൽ മതിയായിരിക്കും അല്ലേ? സൂപ്പർ സൂപ്പർ, ഒന്നും പറയാനില്ല. 33 വർഷത്തെ അദ്ദേഹത്തിന്റെ അധ്യാപന ജീവിതം, അതിനേറ്റ കളങ്കമാണ് ഈ ഒരു കേസ്. 30 ദിവസം ജയിലിലടയ്ക്കപ്പെട്ടു. ശരിയായിരിക്കാം, 30 ദിവസം ഒരു വലിയ കാര്യമായിട്ട് ആർക്കും ഫീൽ ചെയ്യത്തില്ല. അദ്ദേഹം നേരിട്ട അപമാനം, അദ്ദേഹത്തിന്റെ കുടുംബം നേരിട്ട അപമാനം, അദ്ദേഹത്തിന്റെ ഭാര്യ, മക്കൾ ഒക്കെ അനുഭവിച്ച അപമാനം, അതിനി മാറുമോ? അന്ന് ലേറ്റസ്റ്റ് ന്യൂസ് ആയിരുന്നു, മഹിളാ സംഘടനകളും SFIക്കാരും ഒക്കെ ഘോരഘോരം വെല്ലുവിളിക്കുകയും ഉപഗ്രഹവും സത്യാഗ്രഹം കുത്തിയിരിപ്പ് ഒക്കെ നടത്തി ഈ മനുഷ്യനെ ജയിലിൽ അടച്ചു, തുറങ്കിലടച്ച് 30 ദിവസം കഴിഞ്ഞപ്പോൾ ഇവർ ജയിച്ചതുപോലെയായല്ലേ? രാഷ്ട്രീയ മനുഷ്യനെ കൊണ്ട് എന്തൊക്കെ ചെയ്യിക്കും എന്നുള്ളതിന് ഏറ്റവും നല്ല ഉദാഹരണമാണിത്. ഇതല്ലാതെയും കുറേ വിഭാഗമുണ്ട്. സ്വന്തം മക്കൾ പോക്സോ ഇരകളാണെന്ന് അഭിമാനത്തോടു കൂടി പറയുന്ന വിജോ ജോസഫ് വലിയൊരു മാതൃകയാണ്. ഇത്തരം പോക്സോ കേസുകൾ ദുരുപയോഗം ചെയ്യപ്പെടുന്ന മനുഷ്യർക്ക് പോക്സോ കേസ് ദുരുപയോഗം എന്നൊരു തേം ഉണ്ടാക്കി ഒരു കാരണവശാലും പുറത്തേക്ക് വിടാത്ത രീതിയിൽ ജയിലിലടയ്ക്കണം. മാത്രമല്ല, സ്വന്തം കുഞ്ഞുങ്ങളെ വെച്ചിട്ട് ഇതുപോലെ വൃത്തികേട് കാണിക്കുന്ന അച്ഛനമ്മമാർക്ക് ഒരു കാരണവശാലും ആ കുട്ടികളെ പിന്നെ വിട്ടുകൊടുക്കാനും പാടില്ല. നിയമം അത്രയും ശക്തമാക്കി കൊണ്ടുവരേണ്ട ഒരു അവസ്ഥയുണ്ട്. പോക്സോ കേസ് ഇരകളാക്കപ്പെട്ട കുട്ടികൾക്ക് സപ്പോർട്ടീവായി ചെയ്യുന്നതോടൊപ്പം തന്നെ കുട്ടികളെ വെച്ച് ഇത്തരം ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്യുന്ന മാതാപിതാക്കളിൽ നിന്ന് കുഞ്ഞുങ്ങളെ മാറ്റേണ്ട ഒരു അവശ്യഘട്ടം ഇവിടെ നിലനിൽക്കുന്നുണ്ടെന്നുള്ളതാണ് ഈ ഒരു സംഭവത്തിൽ കൂടെ തെളിയുന്നത്. ഈ 4 പെൺകുട്ടികളുടെയും പേരൻസിനെ കുട്ടികളിൽ നിന്ന് പിരിച്ചു വാങ്ങി കുട്ടികളെ സർക്കാർ ദത്തെടുക്കുകയാണ് വേണ്ടത്. കാരണം ഇവർ ഇന്ന് ഈ കുട്ടികളെ ഉപയോഗിച്ച് ഇത്തരം ഒരു രീതി ചെയ്യും, നാളെ ഈ കുഞ്ഞുങ്ങളെ വിറ്റ് തിന്നില്ല എന്ന് എന്താ ഉറപ്പ്? നിശ്ചയമായും തങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇതുപോലൊരു ക്രൈമിനെ കൂട്ടുനിൽക്കാൻ വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പേരൻസിന്റെ ഒരു ചങ്കൂറ്റം ഒന്ന് ആലോചിച്ച് നോക്കൂ. എത്ര വൃത്തികെട്ട ചിന്താഗതിയായിരിക്കും. ഒരു മനുഷ്യനെ നിലംപരിശാക്കാൻ ഏറ്റവും നല്ല ഉദാത്തമായ സാധനം ഇതാണ് എന്നുള്ള തിരിച്ചറിവിൽ ഈ ഒരു പോക്സോ നിയമത്തിനെ അതിൻ്റെ ഏറ്റവും വൃത്തികെട്ട വശം ഉപയോഗിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഏറ്റവും നാണം കെട്ട ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് തള്ളിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഏറ്റവും നാണക്കേട് എവിടെ നിൽക്കട്ടെ, ആ പോയ മെന്റൽ ട്രോമ എവിടെ തീരും? അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്തു 6 മാസത്തേക്ക്, അവിടുന്ന് വേറെ എവിടെയൊക്കെയോ ഷിഫ്റ്റ് ചെയ്തു. ഇനി അതൊന്നും പോരാനിട്ട് ജയിലിലേക്കും വിട്ടു. 30 ദിവസത്തെ തീവ്രമായ ആ ഒരു രീതി, പിന്നെ അതിൻ്റെ കൂടെ അദ്ദേഹം നിരപരാധിയാണെന്ന് തിരിച്ചറിവിൽ ബാക്കി സഹതടവുകാർ അദ്ദേഹത്തെ ഉപദ്രവിച്ചില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്ന് ആർക്കറിയാം? നടയടി ഉണ്ടാകും. മനുഷ്യന് ഹ്യൂമിലിയേറ്റ് ചെയ്യപ്പെടാവുന്ന ഏറ്റവും മാരകമായ ഒരു അവസ്ഥയിൽ കൂടെ ആയിരിക്കും അദ്ദേഹം പോയിട്ടുണ്ട്. ഒരു അധ്യാപകൻ നേരിടേണ്ടി വന്ന മോശപ്പെട്ട ഒരു രീതി, അത് മനസ്സിലാകുമോ എന്ന് എനിക്കറിയത്തില്ല. അധ്യാപകരായി ജീവിച്ചവർക്ക് മാത്രമേ ഇതിനൊരു എക്സ്പ്ലനേഷൻ പോലും തരാൻ പറ്റുള്ളൂ. ഞാനൊക്കെ ദൈവതുല്യരായിട്ടാണ് കാണുന്നത് ടീച്ചേഴ്സിനെ. ഒരു കാരണവശാലും തല്ലിയാലും മോശം പറഞ്ഞാലും വൃത്തികേട് പറഞ്ഞാലും ഒക്കെ തന്നെ നമ്മൾ ടോളറേറ്റ് ചെയ്യും. കാരണം അത്രത്തോളം ഭയവും ഭക്തിയും ബഹുമാനവുമാണ്. അത് അങ്ങനെ തന്നെയാണ് ടീച്ചേഴ്സിനോട് എല്ലാവർക്കും ഉള്ളത്. നമുക്കൊക്കെ നമ്മളുടെ ചൈൽഡ്ഹുഡ് മെമ്മറീസിൽ നമ്മളുടെ ഏറ്റവും കൂടുതൽ പ്രിഷ്യസ് ആയിട്ട് നിൽക്കുന്ന അമ്മയേക്കാൾ പ്രിയോറിറ്റി ആയിട്ട് നമ്മൾ ടീച്ചേഴ്സിനെ ആയിരിക്കും നമ്മൾ ഓർക്കുക. ശരിയല്ലേ? ജോലിയുള്ള എൻ്റെ അമ്മ ഏറ്റവും കൂടുതൽ കൊണ്ടാക്കിയിട്ടുള്ള നഴ്സറിയിലാണ്. അവിടുത്തെ അമ്മമാരെയാണ് ശരിക്കും അമ്മയായിട്ട് തന്നെ കൺസിഡർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും അമ്മയേക്കാൾ വാല്യൂ തോന്നാറുണ്ട് ടീച്ചർമാരോട്. ആ ടീച്ചർ നമ്മളെ ഈ രീതിയിൽ ഉപയോഗിക്കുക എന്ന് പറയുന്നത് മരണതുല്യമാണ്. ഉപയോഗിക്കാത്തൊരു ടീച്ചറിനെ അത് ഉപയോഗിച്ചു എന്ന രീതിയിൽ കേസ് കൊടുക്കാനും പാകം മനസ്സ് എത്രത്തോളം വിഷം കുത്തിവെച്ചു കൊടുത്ത പേരൻസിനെ ശിക്ഷിക്കുക എന്നുള്ളത് അനിവാര്യമായ ഒരു കാര്യമാണ്. SFIയുടെ രാഷ്ട്രീയമാണ് അവരെ കൊണ്ട് ഇത് ചെയ്യിച്ചതെന്ന് പറയും. എന്ത് തരം പിണ്ണാക്ക് രാഷ്ട്രീയമാണോ ഇത്? എന്ത് വൃത്തികെട്ട രാഷ്ട്രീയമാണോ ഇത്? തങ്ങൾക്കെതിരായി ആര് സംസാരിച്ചാലും അവരെ അടക്കുക, ഒതുക്കുക, അടിച്ചമർത്തുക എന്നുള്ള ഒരൊറ്റ ഉൾനോക്കം കൊണ്ട് കാണിച്ച വൃത്തികെട്ട നടപടിയായിട്ട് തോന്നില്ലേ? ആ മനുഷ്യൻ തിരിച്ചു വന്നിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിനെ കൊന്നു തരാമോ? അതല്ലേ ഈസി പരിപാടി. കൊന്നുകളയുന്നതല്ലേ നല്ലത്? ഈ രീതിയിൽ ആക്രമിച്ച് ഇത്രയധികം വൃത്തികെട്ട രീതിയിൽ അദ്ദേഹത്തിനെ അവഹേളിച്ച ഇവരെയൊക്കെ എന്ത് ശിക്ഷ ചെയ്യണം? അദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല. പറയുന്നത് ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണെന്നാണ്. അദ്ദേഹം എങ്ങനെ കേസ് കൊടുക്കും? തിരിച്ചദ്ദേഹത്തിന് മാനനഷ്ടത്തിന് കേസ് കൊടുക്കാം ഈ പെൺകുട്ടികൾക്കെതിരെ. പക്ഷെ അദ്ദേഹത്തിൻ്റെ തന്നെ വിദ്യാർത്ഥിനികളാണ്, എങ്ങനെ കൊടുക്കും? ആ മനുഷ്യന് തോന്നുന്നില്ല. അത്രയും നേരുള്ള ഒരു മനുഷ്യനെതിരെ കേസ് കൊടുക്കാൻ തോന്നിയ ഇവരുടെയൊക്കെ മനസാക്ഷി ഉണ്ടല്ലോ, പറയാതെ പാടില്ല. അദ്ദേഹത്തിന്റെ വാക്കുകളൊന്ന് കേൾക്കാം.
മാനസികമായി തകർത്ത് കള്ളക്കേസിൽ കുടുക്കി 30 നാൾ ജയിലടച്ച് ഇവർ എന്താണ് നേടിയത്? ജെന്യുവിനായ ചോദ്യം. 33 വർഷത്തിലേറെ തലമുറകളെ പഠിപ്പിച്ച അധ്യാപകനാണ് ഞാൻ. ആരെയും ഇതുവരെ ഉപദ്രവിച്ചിട്ടില്ല. എന്നെ ഉപദ്രവിച്ച ആരോടും പ്രതികാരം ചെയ്യാനുമില്ല. എല്ലാം ഞാൻ ദൈവത്തിന്റെ കോടതിയിൽ സമർപ്പിക്കുന്നു. ദൈവമാണ് വലിയവൻ. ഉപ്പു തിന്നവനെ അവൻ വെള്ളം കുടിപ്പിക്കും. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് പ്രകൃതി നൽകുന്ന ഏറ്റവും കടുത്ത ശിക്ഷ നൽകും. വ്യാജ പോക്സോ കേസിൽ വർഷങ്ങളോളം വേട്ടയാടപ്പെട്ട ഹസൻ മാസ്റ്റർക്ക് പറഞ്ഞു നിർത്തുമ്പോൾ വാക്കുകൾ ഇടറി. ഒരാളുടെ ടൈം ലൈനിൽ ഞാൻ എടുത്ത് വായിക്കുന്നതാണ് കേട്ടോ. 4 വിദ്യാർത്ഥിനികളെ പീഡിപ്പിച്ചെന്ന കേസിൽ ഇരിട്ടി കാക്കയങ്ങാട് പാലാ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ മുഴക്കുന്ന് സ്വദേശി AK ഹസൻ മാസ്റ്ററെ കോടതി കഴിഞ്ഞ ദിവസം വെറുതെ വിട്ടത്. കോൺഗ്രസ് അനുകൂല അധ്യാപക സംഘടനയായ KPSTA-യുടെ സംസ്ഥാന നിർവാഹക സമിതി അംഗമായിരുന്നു അദ്ദേഹം. തന്നോടുള്ള രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ ഇടത് അനുകൂല സംഘടനയും SFIയും ചേർന്ന് കെട്ടിച്ചമച്ചതാണ് ഇതെന്ന് ഹസൻ മാസ്റ്റർ പറയുന്നു. ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെന്ന് പിരിച്ചുവിടണമെന്നും ആവശ്യപ്പെട്ട് SFIയും മഹിളാ അസോസിയേഷനും സ്കൂളിന് മുന്നിൽ ഉപരോധ സമരം വരെ നടത്തിയിരുന്നു. ഒടുവിൽ 5 മാസം സസ്പെൻഷനും വീടിനടുത്തുള്ള സ്കൂളിൽ നിന്ന് വിദൂര സ്ഥലത്തേക്കുള്ള സ്ഥലം മാറ്റവും നൽകിയാണ് വിദ്യാഭ്യാസ വകുപ്പ് ശിക്ഷിച്ചത്. മിടുക്കന്മാർ. 30 ദിവസം കണ്ണൂർ സ്പെഷ്യൽ സബ് ജയിലിൽ തടവിലും കഴിയും. ഹൃദയം തകർന്ന നാളുകളായിരുന്നു ജയിലിലേതെന്ന് ഹസൻ മാധ്യമത്തോട് പറഞ്ഞു. നിരപരാധിയാണെന്ന് സഹതടവുകാർക്ക് ബോധ്യമായതോടെ വളരെ മാന്യമായാണ് അവർ അദ്ദേഹത്തോട് പെരുമാറിയത്. സാമൂഹികമായ ഒറ്റപ്പെട്ട നാളുകളിൽ ഭാര്യയും മക്കളും കുടുംബം മുഴുവനും അകമഴിഞ്ഞ പിന്തുണയുമായി ഒപ്പമുണ്ടായിരുന്നു. ഭാര്യ സഹോദരനാണ് കേസ് നടത്തിയത്. കോടതി വാരാന്തയിൽ കാൽ തൊട്ട് മാപ്പ് പറഞ്ഞ് പരാതിക്കാരിയായ വിദ്യാർത്ഥിനി. മട്ടന്നൂർ അതിവേഗ പോക്സോ കോടതിയിലാണ് കേസ് വിചാരണ. സ്പെഷ്യൽ ജഡ്ജ് അനീറ്റ ജോസഫാണ് കുറ്റക്കാരനല്ലെന്ന് കണ്ട് ഹസൻ മാസ്റ്ററെ വെറുതെ വിട്ടത്. വിചാരണ ദിവസം വൈകാരിക രംഗങ്ങൾക്ക് കോടതി മുറ്റം സാക്ഷിയായി. പരാതിക്കാരിയായ ഒരു വിദ്യാർത്ഥിനി ഇദ്ദേഹത്തിന്റെ കാൽ തൊട്ട് മാപ്പ് ചോദിക്കുകയും തങ്ങൾ കരുവാക്കപ്പെടുകയായിരുന്നുവെന്നും തുറന്നു സമ്മതിക്കുകയും ചെയ്യായിരുന്നു. കുട്ടിയുടെ പിതാവും മാപ്പ് അപേക്ഷിച്ചു. ഇത് കണ്ടു നിന്ന ഹസൻ വിതുമ്പിക്കാരനാണ് പ്രതികരിച്ചത്. പരാതി പറഞ്ഞ കുട്ടികളോട് തനിക്ക് വിരോധമില്ല. കഷ്ടം തന്നെ. അവർ നിരപരാധികളാണെന്ന് ബോധ്യമുണ്ട്. എന്തുതരം നിരപരാധിത്വമാണ് മാഷേ നിങ്ങൾ അവർ കണ്ടത്? രാഷ്ട്രീയ നേതൃത്വം അവരെ കരുവാക്കുകയായിരുന്നു. കുട്ടികൾ നൽകിയത് പറയപ്പെടുന്ന മൊഴി പോലും ആയിരുന്നില്ല പോലീസ് FIRൽ എഴുതി ചേർക്കപ്പെട്ടത്. അപ്പോൾ ഇതിനകത്ത് പോലീസുകാരും ആകവാക്കായിരുന്നു എന്നുള്ളതാണ്. താൻ ചെയ്യുന്ന തൊഴിലിനോട് നീതികേട്, എത്തിക്സ് ഇല്ലായ്മയുള്ള പോലീസുകാർ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ചിലയിടങ്ങളിൽ ഇത് അങ്ങനെ തന്നെയാണ്. ഒന്നും പറയാനില്ല. കോവിഡ് കാലത്ത് സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പിടിക്കാനുള്ള തീരുമാനത്തെ വിമർശിച്ചത് മൂലമുള്ള അതിൽ തുടങ്ങിയാണ് തന്നോടുള്ള എതിർപ്പ് രൂക്ഷമായി പ്രകടിപ്പിച്ചു തുടങ്ങിയത്. കോവിഡ് കാലത്ത് ഞങ്ങൾ സാമ്പത്തികമായി സഹായിച്ചവർ പോലും സോഷ്യൽ മീഡിയയിൽ എനിക്കെതിരെ വിദ്വേഷ കമന്റുകൾ എഴുതിവിട്ടു. അടുത്ത മെയിൽ സർവീസിൽ നിന്ന് വിരമിക്കുന്ന തന്റെ സൽപ്പേര് കളങ്കപ്പെടുത്താനും രാഷ്ട്രീയ ഭാവി തകർക്കാനുമാണ് ഈ കേസ് കെട്ടിച്ചമച്ചതെന്ന് ഹസൻ പറയുന്നു. ഇപ്പോൾ കുട്ടികളുടെ സമൂഹത്തിലേക്കുള്ള നന്മയ്ക്ക്, അവരുടെ ഉയർച്ചയ്ക്ക്, അവർക്ക് സപ്പോർട്ടീവായിട്ടുള്ള ഏറ്റവും അനുകൂലമായ ഒരു നിയമമാണ് പോക്സോ. അതിനെ ഈ രീതിയിൽ വക്രീകരിച്ച് പ്രത്യേകിച്ച് ഒരു അധ്യാപകനെ ഈ രീതിയിൽ അപമാനിക്കാൻ ഇവർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ പോക്സോ നിയമം എടുത്തു കളയാനോ പോക്സോ നിയമം വേണ്ടെന്ന് പറയാനോ ഞാൻ തയ്യാറല്ല. കാരണം അനിവാര്യമായ ഒരു സാധനമാണത്. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ലൊരു നിയമം. അതിനെ ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ കേസ് കൊടുത്തവനെ ഇതിനേക്കാൾ വക്രീകരിച്ച് ഇതിനേക്കാൾ വൃത്തികെട്ട രീതിയിൽ ശിക്ഷിക്കണം. പ്രത്യേകിച്ച് ഈ 4 പെൺകുട്ടികളുടെ പിതാക്കന്മാരെ കമ്പൽസറി ആയിട്ട് പണിഷ് ചെയ്യണം. അതായത് മറ്റുള്ളവർക്ക് മാതൃകയാകുന്ന രീതിയിൽ ഇനി ഒരാൾ ഇതുപോലെ ഈ കേസ് ദുരുപയോഗം ചെയ്യാൻ പാടില്ലാത്ത വണ്ണം ഇതിനെ തിരിച്ചു ചെയ്യണം. പക്ഷെ ആര് ചെയ്യും? SFIക്കാർക്കെതിരെ തിരിയാൻ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് തയ്യാറാകുമോ? പാർട്ടിക്കാരിയാണ്. അപമാനം തോന്നുന്നു എനിക്കത് പറയാൻ. ഞാൻ അപമാനിതയായി നിൽക്കുന്ന ഒരു വിഷയമാണ് ഈ ഒരു വിഷയത്തിൽ. പാർട്ടിപരമായി രാഷ്ട്രീയപരമായി നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അത് ആശയം കൊണ്ട് നേരിടണമെന്ന് പഠിപ്പിച്ച ഒരു രാഷ്ട്രീയം തന്നെ നമ്മളെ ഈ രീതിയിൽ അവഹേളിക്കുകയാണെങ്കിൽ അനുകൂലികളായി നിൽക്കുന്ന, അനുഭാവികളായി നിൽക്കുന്ന ഞങ്ങളെ ഒക്കെ തന്നെയാണ് ചേർത്ത് അപമാനിക്കുന്നത്. ഇതിന് മുമ്പ് എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ട്, അതും കൂടെ വിവരിക്കാം. ഞാൻ DYFIയുടെ കുറേയധികം നേതാക്കന്മാരെ ഇടയ്ക്ക് വെച്ച് നുടക്കേണ്ടി വന്നിരുന്നു. വണ്ടിത്തടം പോലുള്ള ഒരു ക്രൗഡഡ് ആയിട്ടൊരു ഏരിയയിൽ കുറച്ച് ദിവസം എൻ്റെ മകൻ്റെ വിദ്യാഭ്യാസ ഇതിൻ്റെ കാരണങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് ഇവിടെ തങ്ങേണ്ടി വന്നു. അതൊരു കോളനി പോലെയാണ്. അവിടെ ഉണ്ടായിരുന്ന സാധുക്കളായ ബിലോ പോവർട്ടി ലൈനിലുള്ള കുറേയധികം മനുഷ്യരെ ഈ DYFI പ്രവർത്തകർ ഗുണ്ട സെറ്റപ്പിൽ അവരെ ആട്ടിപ്പടയ്ക്കുന്ന ഒരു രീതി. ആട്ടിപ്പടയ്ക്കുക എന്ന് പറഞ്ഞാൽ അവരെ അങ്ങ് ഭരിക്കുകയാണ്. അത് ഗുണ്ട ഒരു എന്താ പറയുക, വിയറ്റ്നാം കോളനി പോലൊരു സെറ്റപ്പിൽ ഈ പയ്യന്മാർ ചെയ്യുന്നത് കണ്ടിരുന്നു.
ഇവരുടെ രാഷ്ട്രീയമാണ് അവരെ ഭയപ്പെടുത്തുന്നത്. അവരെ മാത്രമല്ല, അന്ന് അവിടെ ഉണ്ടായിരുന്ന SI പോലും ഇവരുടെ രാഷ്ട്രീയത്തിനെയാണ് ഭയപ്പെട്ടിരുന്നത്. ഞാൻ പോയി ഒരു റിക്വസ്റ്റ് എഴുതി കൊടുത്തു. 25 കുടുംബങ്ങളുടെ ഒപ്പിട്ട് കിട്ടിയ പേപ്പർ കൊണ്ടാണ് ഞാൻ പോയിരുന്നത്. അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഒരു കാരണവശാലും നിങ്ങളുടെ റിക്വസിഷൻ എടുക്കാനൊക്കത്തില്ല, നിങ്ങളെ ഒരു കാരണവശാലും വാദിസ്ഥാനത്ത് പോലും വെക്കാനൊക്കത്തില്ല. എൻ്റെ ഒരു സുഖമില്ലായ്മയാണ് അവരെപ്പോഴും എടുത്ത് പറയുന്നത്. ഇതുകൊണ്ട് മിണ്ടാതിരുന്നുണ്ട്, അവർ വീട്ടിൽ കയറി വെട്ടും, നിങ്ങളുടെ മകനെ അവർ ഉപദ്രവിക്കുമെന്ന്. ഞാനും മകനും മാത്രമായിരുന്നു അന്ന് അവിടെ താമസമുണ്ടായിരുന്നത്. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ഭയപ്പെടാതെ ഞാൻ അതിനുവേണ്ടി പോരാടുകയാണ് ചെയ്തത്. എതിർത്ത് നിന്നത് എൻ്റെ തന്നെ പാർട്ടിയാണെന്നുള്ളത് വേദനിപ്പിക്കുന്ന ഒരു സത്യമായിരുന്നു. ഇപ്പുറത്ത് നിന്നവരുടെ രാഷ്ട്രീയം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അവരുടെ രാഷ്ട്രീയമല്ലായിരുന്നു എൻ്റെ വിഷയം. അവരനുഭവിക്കുന്ന ഒരു പീഡനമായിരുന്നു. ഈ രാഷ്ട്രീയത്തിൻ്റെ അനുഭാവികൾ എന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുകൊണ്ട് ഈ രാഷ്ട്രീയത്തിനെ അവഹേളിക്കാനാണ് അവർ നിൽക്കുന്നതെന്നാണ് അന്ന് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ ഹസൻ മാസ്റ്ററുടെ കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ രാഷ്ട്രീയത്തിനെ ഉപയോഗിച്ചുകൊണ്ട് കുറേ വൃത്തികെട്ട ജന്മങ്ങൾ ഇതുപോലുള്ള ഗുണ്ടായുസമാണ് ഇവിടെ നടത്തുന്നതെങ്കിൽ അപലപനീയനം എന്നതിനപ്പുറം ഒന്നും പറയാനില്ല. വളരെയധികം മോശമായ മ്ലേച്ഛമായ ഒരു നടപടി. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ശരിയായ കാര്യം തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് ഇത് ഞങ്ങളുടെ ഉത്തരവാദിത്തമെന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ഇതിൻ്റെ മെയിനായിട്ട് നിൽക്കുന്ന നേതാക്കന്മാരൊക്കെ തന്നെ അദ്ദേഹത്തോട് മാപ്പ് പറയുകയാണ് വേണ്ടത്. എൻ്റെ ഭാഗം ഞാനിവിടെ പറയുന്നു. തീവ്രമായി എൻ്റെ ഉള്ളിൽ തട്ടി ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായ എനിക്ക് അത്രയധികം നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവമായതുകൊണ്ട്, എൻ്റെ പാർട്ടിക്കാരാണ് ഇത് ചെയ്തതെന്നുള്ളത് കൊണ്ട് ആ കമ്മ്യൂണിസത്തിനെ ഞാൻ അങ്ങേയറ്റം നെഞ്ചോട് ചേർത്ത് വെച്ച് അതിൻ്റെ അനുഭാവിയായി നിൽക്കുന്ന ഞാൻ നിങ്ങളോട് നിരുപാധികം മാപ്പ് ചോദിക്കുന്നു. എൻ്റെ മാപ്പ് കൊണ്ട് ഫലമാകുമോ എന്ന് എനിക്കറിയത്തില്ല. ദയവ് ചെയ്ത് നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയും, അതുകൊണ്ടാണല്ലോ നിങ്ങൾ തിരിച്ചു ചെയ്യാതിരിക്കുന്നത്. എൻ്റെ ഭാഗത്തുനിന്നുള്ള ഒരു മാപ്പ് കൂടെ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. മാപ്പ് തരണം. ഇത്രയധികം മോശമായി നിങ്ങളെ ഉപദ്രവിച്ച ഈ നികൃഷ്ട ജന്തുക്കൾക്ക് ദൈവമല്ല പരിപാടി കൊടുക്കേണ്ടത്, ബാക്കിയുള്ളവരാണ്. ഇത് മറ്റുള്ളവരുടെ ശ്രദ്ധയിൽ വരികയോ ഇത് സോഷ്യൽ മീഡിയയിൽ ന്യൂസായി വരികയോ ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അധികം ആരും എടുക്കാത്തൊരു സബ്ജക്റ്റ് ആണെന്ന് തോന്നുന്നു. എടുക്കില്ല. കാരണം ഭരിക്കുന്ന പാർട്ടിയെ ഭയമാണല്ലോ. ഭരിക്കുന്നവർക്ക് അല്പമെങ്കിലും നീതിബോധമുണ്ടെങ്കിൽ, ജനകീയനാണെന്ന് അഭിപ്രായപ്പെടുന്ന മുഖ്യമന്ത്രി ഈ വിഷയം കൺസേൺ ചെയ്യുകയും തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തിൽ മാപ്പ് പറയുകയുമാണ് വേണ്ടത്. മാപ്പ് പറഞ്ഞേ മതിയാവും. കാരണം കുട്ടികൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന, ഏറ്റവും കൂടുതൽ അവർക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു നിയമത്തിനെ വക്രീകരിക്കുന്ന ഇത്തരം വേഷജന്മങ്ങളെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ മാതൃകാപരമായി ശിക്ഷിക്കുകയാണ് ഇതിനു വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല നടപടി. മാപ്പ് എന്നതുകൊണ്ട് അതാണ് ഞാൻ അർത്ഥമാക്കുന്നത്. എനിക്കതിനുള്ള അധികാരമില്ല. ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് ചെയ്തിട്ടുണ്ടാവും. അദ്ദേഹത്തിന്റെ ഫേസ് പബ്ലിക്കിൽ കൊണ്ടുവരികയും അദ്ദേഹത്തിന്റെ കുടുംബത്തിനെ പബ്ലിക്കിൽ അപമാനിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ചും അതേ നാണയത്തിൽ അവർക്കും കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ എളിയ അഭ്യർത്ഥന. മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ പേരിൽ സഖാക്കൾ ആക്രമിക്കാൻ വന്നാൽ പാർട്ടി എൻ്റെതാണെന്ന് പോലും ഓർമ്മയുണ്ടാവത്തില്ല. വളരെ നിഷ്ഠൂരമായി, വളരെ ക്രൂരമായ വൃത്തികെട്ട ഒരു മുഖം നിങ്ങൾ എന്നിൽ കാണും ഈ ഒരു വിഷയത്തിൽ. കാരണം അദ്ദേഹം അർഹിക്കുന്നത് തീർച്ചയായിട്ടും ഈ രീതിയിലുള്ള വൃത്തികെട്ട രീതിയിൽ അദ്ദേഹത്തിനെ ആക്രമിച്ച അവർക്ക് തിരിച്ച് മറുപടി കൊടുക്കുക എന്നുള്ളതാണ് അദ്ദേഹം അർഹിക്കുന്ന ശരിയായവൻ്റെ ഓണർഷിപ്പ്. അത് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. എൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് എനിക്ക് പറയാൻ തോന്നിയ ഒരു കാര്യമാണ് പറയുന്നത്. ഈ ഒരു വിഷയത്തിൽ ഹസൻ മാസ്റ്ററെ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ പോക്സോ ഈ രീതിയിൽ എടുത്ത് അദ്ദേഹത്തിനെ അപമാനിച്ചത് കൊണ്ട് തന്നെ എനിക്ക് ഈ രാഷ്ട്രീയത്തിനോടുള്ള എൻ്റെ ഏറ്റവും വലിയ വെറുപ്പ് ഞാനിവിടെ പ്രകടമാക്കുന്നു. അപമാനമായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തിട്ടുള്ളത്. ഞാനതിവിടെ പറഞ്ഞു വയ്ക്കുന്നു. താങ്ക് യു സോ മച്ച്.